പ്രൈസ് ദി ലോർഡ്. ആളുകൾ കടന്നു വരുന്നതേ ഉള്ളെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്കിലും ദൈവവചന പഠനത്തിനായി ഈ സമയം നമുക്ക് ലഭിക്കുന്നല്ലോ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് രാവിലെ വീണ്ടും വായിക്കാം. അതാണ് ആ വാക്യങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്രയോജന ഭൃത്യൻ്റെ അഥവാ ഒരു ദാസൻ്റെ കടമ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും നമ്മൾ പല പ്രാവശ്യം വായിച്ചുവെങ്കിലും ഒരിക്കൽ കൂടെ നമുക്കത് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്ക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചുകൊള്ളുക എന്ന് പറയയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. ആമേൻ. ഇന്ന് രാവിലെ ഡോക്ടർ വി തോമസിൻ്റെ മകൻ ജസ്റ്റിൻ നമ്മോട് ഒരുമിച്ചുണ്ട്. താങ്ക് യു. ഇതിന് ശേഷം അദ്ദേഹം ഹീസ് മിനിസ്റ്ററിങ് ഇൻ എബനേസർ ചർച്ച്. അതുകൊണ്ടാണ് ഞാനിപ്പം ഒന്ന് മെൻഷൻ ചെയ്തത്. ജൂലിയറ്റ് വാസ് ഗ്രാജുവേറ്റിംഗ്, ഹി കെയിം ഇൻ കണക്ഷൻ വിത്ത് ദാറ്റ്. നമുക്ക് വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം പറയുവാൻ നമ്മൾ സമയമെടുത്തു. അതിലേക്ക് ഇനിയും പോകാൻ പറ്റത്തില്ല, അതിന് സമയമില്ല. 2 പേരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. ഒന്ന് ഒരു യജമാനനാണ്, രണ്ടാമത്തേത് ദാസന, അല്ലേ? ഒരു യജമാനൻ, ഒരു ദാസൻ. ഇവർ 2 പേരെക്കുറിച്ചും ഏകദേശം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. 2 പേർക്കും അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് കർത്താവ് എങ്ങനെ ഇത് സംസാരിക്കുന്നു, ഈ പാരബിള്, ഈ ഉപമ സംസാരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയായി. എന്നാൽ അതിന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗം കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ ഇത് ഒരു യജമാനന് അല്ലെങ്കിൽ യജമാനനെന്ന് കർത്താവിനെ കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ, ആ ഒരു പരാമർശമുണ്ടാകുമ്പോൾ കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഇത് എന്നാരും ചിന്തിക്കരുത്. ഇത് വ്യത്യസ്തമായൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് അറിയണമെങ്കിൽ അത് കഴിഞ്ഞ ദിവസം ഞാൻ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു, അല്ലേ? അത് ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 12-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് യജമാനനായിരിക്കുന്ന കർത്താവ് എന്താണ്, എങ്ങനെയാണ് ദാസന്മാരെ, തന്നെ ശുശ്രൂഷിക്കുന്നവരെ കാണുന്നത് എന്ന് നമ്മൾ കാണുന്നു. 35 മുതൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ, യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. അപ്പോൾ യജമാനൻ എന്തോ ചെയ്യുമെന്ന് 37-ാം വാക്യത്തിൽ പറയുന്നത്, യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ കർത്താവ് അവരെ ഭക്ഷണത്തിനിരുത്തുകയും അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ച കഴിഞ്ഞ ദിവസം പറയുവാൻ തക്കവണ്ണമിടയായി. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയും, ഇനിയും ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കാൻ പോകുന്നത്, പ്രത്യുത സ്നേഹിതർ എന്ന് ഞാൻ നിങ്ങളെ വിളിക്കും. കാരണം യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയുന്നില്ല, എന്നാൽ ഞാൻ നിങ്ങളോട് എല്ലാം മുൻകൂട്ടി പറയുക, നിങ്ങളോടുകൂടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അതാ കർത്താവോടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് നമുക്കൊരു ആരംഭത്തിങ്കൽ, ഈ വായനയെങ്കിൽ, ഒരു പൊതു വായനയെങ്കിൽ ഒരുപക്ഷെ തോന്നാവുന്നത് പോലെ വളരെ ക്രൂരനായ, അല്ലെങ്കിൽ നമ്മോട് ദയ കാണിക്കാത്ത, കരുണയില്ലാത്ത ഒരു യജമാനൻ അല്ല. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്കറിയാമല്ലോ. അവിടെ നമുക്കുള്ള മഹാപുരോഹിതനെക്കുറിച്ച്
ലേഖനകാരൻ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. എങ്ങനെയുള്ളതാ? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ. അതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത് എന്ന് ലേഖനകാരൻ പറയുന്നു. അപ്പം പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ ആകയാൽ അവൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയുന്ന മഹാപുരോഹിതൻ. അപ്പം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനാ, നമ്മുടെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ അറിയുന്നവനാ, നമ്മുടെ പ്രകൃതി അറിയുന്നവനാ, നാം പൊടിയെന്ന് ഓർക്കുന്ന മഹാപുരോഹിതനാ നമുക്കുള്ളത്. അപ്പോൾ ഈ മഹാപുരോഹിതനെ കുറിച്ച്, യജമാനനായ കർത്താവിനെ കുറിച്ച് തെറ്റായൊരു ധാരണ പോലും നമ്മുടെ ഉള്ളിൽ വരുവാൻ തക്കവണ്ണം ഇടയാകരുത്. സോ കീപ് ദാറ്റ് ഇൻ അവർ മൈൻഡ്. എന്നാൽ ഇവിടെ എന്തുവാ പറയുവാൻ കർത്താവ് ശ്രമിക്കുന്നത്? ഈ പ്രോപ്പർ ആറ്റിറ്റ്യൂഡ് ഓഫ് സെർവൻ്റ് എന്തായിരിക്കണമെന്നാണ് കർത്താവോട് പറയുന്നത്. അല്ലാതെ യജമാനൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചല്ല പറയുന്നത്. സാധാരണ യജമാനന്മാർ എങ്ങനെയാണ് ഭൃത്യന്മാരോട് ഇടപെടുന്നത് എന്നത് കർത്താവ് ഡെഫിനറ്റായിട്ട് തീർച്ചയായിട്ടും അത് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ വ്യക്തമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സെർവൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഒരു ദാസൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം, അതിലേക്ക് നമുക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് പങ്കിടാനുണ്ട് ഇവിടെ. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വെച്ചുകൊള്ളണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് parable is telling us that God cannot be a gainer by any one of us. നമ്മളിൽ ആരും നിമിത്തമായിട്ട് ദൈവത്തിന് വലിയ നേട്ടം ഉണ്ടെന്ന് ആരും ചിന്തിച്ചു വശാകരുത്. ആരും ചിന്തിക്കരുത്, ഞാൻ എൻ്റെ ശുശ്രൂഷ, എൻ്റെ ഓട്ടം, അധ്വാനം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവരാജ്യത്തിന് ഞാനില്ലെങ്കിൽ പിന്നെ ദൈവരാജ്യത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ് എന്നാരും ചിന്തിക്കരുത്. ഗോഡ് കനോട്ട് ബി എ ഗെയിനർ. ഞാൻ ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ലാഭമുണ്ടെന്ന് ആരും വിചാരിക്കരുത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്, അല്ലേ? അപ്പം ദൈവത്തെ നമുക്ക് കടക്കാരനാക്കാമെന്നും ആരും ചിന്തിക്കരുത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ട്, ഞാൻ കൊടുത്തത് കൊണ്ട്, ഞാൻ ഒരുപാട് ദൈവരാജ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് കൊണ്ട്, എനിക്കുണ്ടായിരുന്ന പലതും ഞാൻ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ ആക്കിയിരിക്കുക, ഐ ഹാവ് മെയ്ഡ് ഗോഡ് എ ഡെറ്റർ എന്ന് ആരും വിചാരിക്കരുത്. ദൈവം ആർക്കും കടക്കാരനായിരിക്കുന്നില്ല, അത് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങൾ അതിനുണ്ട്. നാം ചെയ്യുന്നതിന് തക്കവണ്ണവും അധികവുമായി പ്രതിഫലം നൽകുവാൻ ദൈവം മതിയായവനാ. ഓൺ ദി അതർ സൈഡ്, അത് ദൈവത്തിന് റിക്വയർഡ് ആയിട്ടാണ് എന്ന് ആരും ചിന്തിക്കരുത്. ദൈവം ഇത് ചെയ്തില്ലെങ്കിൽ ദൈവം കടക്കാരനാണ് എന്നുള്ള ചിന്താഗതി നമ്മുടെ ആരുടെ ഉള്ളിൽ വരരുത്. നമ്മളിൽ ചിലരൊക്കെ ഒരു പക്ഷെ അങ്ങനെ ചിന്തിച്ച് കാണും. ഞാൻ എൻ്റെ യൗവന രക്തം, യൗവനത്തിലെ തിളപ്പ്, ഊർജ്ജസ്വലത, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ആകെ ഞാൻ കർത്താവിന് വേണ്ടി ജീവിച്ചു, അധ്വാനിച്ചു, ഞാൻ പ്രസംഗിച്ചു, ശുശ്രൂഷിച്ചു, പാടി, എഴുതി, ആളുകളെ ഞാൻ സ്വാധീനിച്ചു, എല്ലാം നമ്മൾ ചിന്തിക്കുമായിരിക്കും. ഇതുകൊണ്ടൊന്നും ദൈവം ആരാകുന്നില്ല, കടക്കാരനാകുന്നില്ല, അല്ലേ? മനോഹരമായ പാട്ട് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പാടിയിട്ടുണ്ട്. When I survey the wondrous cross on which the Prince of Glory died. മഹത്വ പ്രഭു മരിച്ച ആശ്ചര്യ ക്രൂശിൽ നോക്കി ഞാൻ, അല്ലെ, ഈ ലോക സ്ഥാനമാനങ്ങൾ നഷ്ടം, നിന്ദ്യം എന്ന് എണ്ണുന്നേൻ, അല്ലേ? Where the whole realm of nature mine, that were an offering far too small, love so amazing, so divine, demands my soul, my life, my own. പ്രപഞ്ചമാകെ നേടി ഞാൻ
ത്യജിക്കിലും മതിയാക ഈ ദിവ്യ സ്നേഹത്തിനു ഞാൻ എന്നെ മുറ്റും നൽകിയിടണം. മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു ക്രിസ്തീയ ഗാനമായിരുന്നു എന്നാണ് പറയുന്നത്, വെൻ ഐ സർവ് ദ വണ്ടറസ് ക്രോസ്. ഇതിലെന്താണ് അദ്ദേഹത്തെ ആകർഷിച്ചെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ നമുക്ക് ഇത് വളരെ അർത്ഥവത്താണ്. യേശുവിനെ അറിയുന്നവർ, യേശുവിനെ പിൻപറ്റുന്നവർ എന്ന് ക്ലെയിം ചെയ്യുന്ന നമുക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകണം. പ്രപഞ്ചമാകെ നേടി ഞാൻ ത്യജിക്കലും മതിയാക. മുഴുവൻ പ്രപഞ്ചത്തെ ഞാൻ നേടിയിട്ട് ത്യജിച്ചാലും അത് മതിയാകുന്നതല്ല. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ മുന്നിൽ എന്നെ മുറ്റും നൽകിടണം. ദാറ്റ് ഈസ് ദ ഡിമാൻഡ്. അപ്പോൾ ദാസന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന്, കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാ കാണേണ്ടത്? എൻ്റെ ക്ലെയിംസ്, എൻ്റെ അവകാശവാദങ്ങൾ, ഞാൻ ചെയ്തു, ഞാൻ ഓടി, അധ്വാനിച്ചു, ഞാൻ ജീവിച്ചു, ഇങ്ങനെ പറയുന്നതാണോ നമ്മുടെ അവകാശവാദം? ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, none of us is indispensable. നമ്മളിൽ ആരും ഒഴിച്ചുകൂടാത്ത ആവശ്യമൊന്നുമല്ല. ഹലോ, നമ്മളിൽ ആരും ഒഴിച്ചുകൂടാത്ത ആവശ്യമല്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. ഏതാ, ഞാനൊരു ഒഴിച്ചുകൂടാത്ത ആവശ്യമാണ്, ഞാൻ പോയാൽ പിന്നെ എനിക്ക് ശേഷം പ്രളയമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട്? ഞാൻ പോയാൽ പിന്നെ ഇവിടെ മുഴുവൻ പ്രളയമായിരിക്കും. None of us should think that way. അങ്ങനെയാണെങ്കിൽ മോശ പോയി കഴിഞ്ഞ് അല്ല, ഇത്രയും ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ട ദൈവത്തെ മുഖാമുഖമായി കണ്ട, ദൈവത്തോട് അടുത്ത് അതുപോലെ സഹവസിച്ച, ജീവിച്ച, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട, ദൈവത്തിൻ്റെ വഴി പറഞ്ഞു കൊടുത്ത് നടത്തിയ ലക്ഷോപലക്ഷം ആളുകളെ മരുഭൂമിയിലൂടെ നടത്തുവാൻ ഉപയോഗിച്ച ദൈവത്തിൻ്റെ ദാസൻ മോശ ഒരുപക്ഷെ വിചാരിച്ചോന്ന് എനിക്കറിഞ്ഞുകൂടാ, ഒരു സമയത്ത് അവൻ്റെ വായിൽ നിന്നൊരു അവിവേകത്തിൻ്റെ ശബ്ദം പുറപ്പെട്ടു പോയി. കേൾക്കണേ, ശ്രദ്ധിക്കണേ. ഒരു സമയത്ത് അവൻ്റെ വായിൽ നിന്നൊരു അവിവേകത്തിൻ്റെ ശബ്ദം പുറപ്പെട്ടു പോയി. എന്തുവാ? പാറയോട് കൽപ്പിപ്പാനായിട്ട് ദൈവം കൽപ്പന കൊടുത്ത് അവൻ പക്ഷേ പാറയെ അടിക്കുക മാത്രമല്ല, അവിവേകത്തിൻ്റെ ശബ്ദം എന്തായിരുന്നു? ഞാൻ നിങ്ങൾക്ക് വെള്ളം കുടിപ്പാൻ തരയണമോ? ഇതാ കണ്ടോളാൻ പറഞ്ഞു. ഒരവിവേകത്തിൻ്റെ ശബ്ദം. That cost him so dearly, right? അവൻ എന്തുമാത്രം വലിയ നഷ്ടമാണ് വരുത്തി വെച്ചത്. മോശ അങ്ങനെ ചിന്തിച്ചു? I don't know. But these words came out of his mouth. അവൻ്റെ വായിൽ നിന്ന് ഈ വാക്കുകൾ പുറത്തു വന്നു. അവൻ വിളിച്ചു പറഞ്ഞു. നമ്മളെല്ലാവരും വിചാരിക്കരുത്, ഒരു മോശ പോയി കഴിയുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ കയ്യിൽ ഒരു യോശുവ ഉണ്ട്, അല്ലേ? ഒരു ദാവീദ് പോയി കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ ഉയർത്തുവാൻ, കൊണ്ടുവരുവാൻ ദൈവത്തിനറിയാം. ഒരു ശൗലിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ എടുക്കുവാൻ ദൈവത്തിനറിയാം. പുതിയ നിയമത്തിലേക്ക് വാ, അപ്പോസ്തലന്മാർ, യേശുവിൻ്റെ കൂടെ നടന്നവർ, അവരോടൊരുമിച്ച് മറ്റൊരാളെ ഉയർത്താൻ നമ്മുടെ കർത്താവിനറിയാം. ഒരു പൗലൂസിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കർത്താവിനറിയാം. പൗലൂസ് കഴിഞ്ഞപ്പോൾ സഭയില്ലാതെ ആയില്ല. പിന്നെ അതാത് സമയങ്ങളിൽ വേണ്ടവരെ ഉയർത്തുവാൻ, ഉപയോഗിപ്പാൻ ദൈവം കഴിവുള്ളവനാ. അതിന്നും അങ്ങനെ തന്നെയാ. നമ്മളിൽ ആരും ഇൻഡിസ്പെൻസിബിൾ അല്ല. യെസ്, ചില റോൾസ്, ചില ദൗത്യങ്ങൾ, ചില ശുശ്രൂഷകൾ നമ്മളൊക്കെ പലയിടത്തും പല സ്ഥാനങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. അതിനൊക്കെ ക്ഷീണം തട്ടുമോ എന്നെല്ലാം നമ്മൾ വിചാരിച്ചേക്കാം. എന്നാൽ കർത്താവ് പറഞ്ഞ്, ഞാൻ എൻ്റെ സഭയെ പണിയും. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളാനാ പറഞ്ഞത്. ഇറ്റ് ഈസ് ദ ലോർഡ് ഹു ഈസ് ബിൽഡിംഗ് ദ ചർച്ച്. ഇത് ഞാൻ എന്നോട് തന്നെയും കൂടെയാണ് പറയും. അറിയാതെ പോലും ഒരിക്കലും ചിന്തിക്കരുത്, ഞാൻ ആവശ്യമായ എസെൻഷ്യലായിട്ടുള്ളൊരു പേഴ്സണാണ്. നോ. കർത്താവിൻ്റെ മഹാകരുണയാൽ, കൃപയാൽ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നല്ലോ, ഏറ്റവും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ആരും കാണാതെ
ആർക്കും വേണ്ടാതെ. ഒരുപക്ഷെ ലോകപ്രകാരമുള്ള തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും വരാൻ യോഗ്യതയില്ലാത്തവരെ കർത്താവ് എടുത്തതാ. സ്തോത്രം. അതാ നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മൾ ആരും ചിന്തിക്കരുത് എനിക്ക് ദൈവത്തെ ഡെറ്ററാക്കാം, അവനെ കടക്കാരനാക്കാം, എന്നെ കൊണ്ട് ദൈവത്തിന് ഒരുപാട് ഗെയിൻ ഉണ്ടാകും. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലെ ടീം വർക്കിനൊക്കെ പോകുമ്പം ഞങ്ങളുടെ ടീമിൽപ്പെട്ട ഒരു സഹോദരൻ ഒരു രാത്രി, ഞങ്ങൾ പുറത്തായിരുന്നു ഉറങ്ങുന്നത്, അതിഭയങ്കര ചൂട്, അന്നൊന്നും സൗകര്യങ്ങളൊന്നും എല്ലാ മുറികളിലും പോയി താമസിക്കുന്നിടത്തൊന്നും ചൂട്, ഫാൻ പോലും പലയിടത്തുമില്ല. അപ്പം പുറത്ത് കിടന്നുറങ്ങുന്നു, നെറ്റും ഒക്കെ ഇട്ട് ഈ കൊതുകുവലയൊക്കെ ഇട്ട് കിടക്കണം. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ കൊതുക് ഇങ്ങനെ ചൂഴ്ന്ന് കയറും. കയ്യോ വല്ലോ എവിടെയെങ്കിലും കൊതുകുവലയുടെ അറ്റത്തെങ്ങാനും മുട്ടി നിപ്പുണ്ടെങ്കിൽ പുറത്ത് വന്നിരുന്ന് അവരത് ആ ഭാഗത്ത് നിന്ന് രക്തം കുടിച്ച് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെയെല്ലാം വീർത്ത് കിടക്കുന്നത് കാണും. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, കർത്താവേ, ഈ രക്തമെല്ലാം എൻ്റെ കൊണ്ടുപോയാൽ പിന്നെ എന്നെ കൊണ്ട് ഒരു പ്രയോജനവും കാണത്തില്ല. എന്നെ നല്ല ആരോഗ്യത്തോടെ വെച്ചാൽ നിനക്ക് ഞാൻ 10 ആളെ പിടിച്ചു തരാം. ഇവാഞ്ചലിസ്റ്റിന് പോയപ്പം പറഞ്ഞതാ. നമ്മുടെ വിചാരം കർത്താവിന് എങ്ങനെയാലും കുറെ ആളെ പിടിച്ചു കൊടുക്കാം, എന്നിൽ കൂടെ കർത്താവിന് കുറെ നേട്ടമുണ്ടാക്കാം. നോ, none of it. നാം ഓരോരുത്തർക്കും പകരമായിട്ട് കർത്താവ് പലരെ കണ്ടിട്ടുണ്ട്, നമ്മുടെ സ്ഥാനങ്ങളിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ പോയാൽ മറ്റുള്ളവരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അപ്പൊ നമ്മൾ ആരും ഒരു എസെൻഷ്യൽ പേഴ്സൺ ആണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കണം. അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ കരുണയാൽ, മഹാകരുണയാൽ, കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞാൻ അധൈര്യപ്പെട്ടു പോകാതെ. എപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ദൈവസഭയെ ഉപദ്രവിച്ചാൽ ഞാൻ ഈ പേരിന് പോലും ഉപദ്രവിച്ചത് കൊണ്ട് ഈ പേരിന് പോലും ഞാൻ യോഗ്യനല്ല. ക്രിസ്തുവിൻ്റെ സഭയെ മുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കുക മാത്രമല്ല, അങ്ങനെ ചെയ്തുകൊണ്ട് നടന്നയാളാ പൗലോസ്. അതുകൊണ്ട് ഈ പേരിന് പോലും ഞാൻ യോഗ്യനല്ല. എങ്കിലും എന്നെ കണ്ടെത്തിയല്ലോ ഈ ദയ, കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. നമ്മൾ എന്തുവാണെങ്കിലും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഇതിനൊരവസരം നമുക്ക് ലഭിച്ചത് തന്നെ എന്തുവാ? ദൈവത്തിൻ്റെ മഹാകരുണയാ, ദൈവത്തിൻ്റെ മഹാകൃപയാ. സ്തോത്രം. അപ്പം ഇതെല്ലാം കഴിയുമ്പം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, വി ഹാവ് സിംപ്ലി ഡൺ വിച്ച് ഈസ് our duty as servants. എല്ലാം ചെയ്തു കഴിഞ്ഞാലും എന്ത് മാത്രമേ പറയാനുള്ളൂ? ദാസൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന് മാത്രം. അതിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്തു എന്നല്ല. കർത്താവ് പറയുന്നത് സകലവും ചെയ്ത ശേഷം, അല്ലെ ചെയ്യാതിരിക്കുന്നവർ പറയുന്ന കാര്യമല്ല. അപ്രയോജനവൃത്തി എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നവരുടെ കാര്യമല്ല. ചെയ്തിട്ട്, സകലവും ചെയ്തിട്ട് നിങ്ങൾ എന്തു പറയണം? നിങ്ങൾക്ക് യോജിപ്പില്ലെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? സകലവും ചെയ്ത ശേഷം പറഞ്ഞോണം, ഞങ്ങൾ അപ്രയോജന ഭൃത്യന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. സ്തോത്രം. യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ ഒന്ന് വായിക്കാൻ 2 വാക്യങ്ങൾ, 2-3 വാക്യങ്ങളൊന്ന് വായിക്കാമോ? യോബ് 22. മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കേയുള്ളൂ. നീ നീതിമാനായാൽ സർവശക്തന് പ്രയോജനമുണ്ടോ? നീ നിഷ്കളങ്കനായി നടക്കുന്നതിനാൽ അവന് ലാഭമുണ്ടോ? മതി. മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? ജ്ഞാനിയായവൻ തനിക്ക് മാത്രം ഉപകരിക്കത്തേ ഉള്ളൂ. ഹലോ, നീ നീതിമാനായാൽ സർവശക്തന് വല്ലവും പ്രയോജനം
ഉണ്ടോ? നീ നിഷ്കളങ്കനായി നടക്കുന്നതിനാൽ അവന് ലാഭമുണ്ടോ? നമ്മൾ വിചാരിക്കും നമ്മൾ നിഷ്കളങ്കരായി നീതിമാന്മാരായി നടക്കുന്നത് കൊണ്ട്, നീതിമാനായതുകൊണ്ട് ദൈവത്തിൻ്റെ ലാഭം, ഒരുപാട് ലാഭം വരുത്തി നമ്മളൊക്കെ അല്ലേ എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു കൊള്ളണം, നമുക്ക് ദൈവത്തെ കടക്കാരനാക്കുവാൻ ഒന്നിനാലും കഴിയുകയില്ല. എന്തെങ്കിലും നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ശരിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷം പറഞ്ഞോണം, ഞാൻ അപ്രയോജന ഭൃത്തിനത്രേ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ സാധാരണ ഓർക്കുകയും പല പ്രാവശ്യം പ്രസ്താവിക്കുകയും ചെയ്തൊരു കാര്യമാണ് ദാവീദ്. യഹോവയുടെ ആലയത്തിന് വേണ്ടിയുള്ളൊരു ഫണ്ട് മൊബിലൈസേഷൻ നടത്തിയല്ലോ. അപ്പോൾ ജനങ്ങൾ മനഃപൂർവമായി, സ്വമേധയായി, അധികമായി, അവർ റിക്വയർഡ് ആയിട്ടുള്ളതിനേക്കാൾ അധികമായിട്ടെല്ലാം കൊടുത്തു. കുന്നുകുന്നായിട്ട് ഇതെല്ലാം കൂട്ടിയിരിക്കുമ്പം പൊന്നും വെള്ളിയും മറ്റ് വിശേഷ വസ്തുക്കളും കാഴ്ച വസ്തുക്കളും എല്ലാം കൂട്ടി വെച്ചേച്ച് ദൈവസന്നിധി ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ, ഇതൊക്കെ ഇങ്ങനെ നിനക്ക് തരാനായിട്ട് ഞങ്ങൾക്ക് എന്താ യോഗ്യത? ഞങ്ങളിൽ ആരും വിചാരിക്കരുത് ഞങ്ങളുടേത് ഞങ്ങളെടുത്ത് തരികയാണെന്ന്. ഞങ്ങൾ എന്ത് വിചാരിക്കണം? നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചു, നീ ഞങ്ങൾക്ക് തന്നു, അതിൽ നിന്ന് ഒരംശം അങ്ങോട്ട് തരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. തന്നതല്ലാതെ ഇങ്ങൊന്നുമില്ല ഈശ എന്ന് നമ്മൾ പാടാറുണ്ട്. നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ അത് പലപ്പോഴും നിഴലിക്കാറില്ല, കാണാറില്ല. ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ മഹാമനസ്കത കാണിക്കുന്നു, ഔദാര്യത എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് നോ, കർത്താവ് പറഞ്ഞു, ശ്രദ്ധിച്ചേ, എല്ലാം ചെയ്ത ശേഷം അവരോട് തന്നെ പറഞ്ഞോണം, ഞങ്ങൾ അപ്രയോജന ദാസന്മാരാ, ചെയ്യേണ്ടത് മാത്രം ചെയ്യാനേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. കാരണം യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ സകല നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്ന് വരും. സകല നല്ല ദാനവും നമുക്കുള്ളതെല്ലാം വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, നമ്മുടെ സ്വന്തമല്ല, നമ്മൾ നേടിയതല്ല, അധ്വാനിച്ചതല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലും പ്രതിഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ, അംഗീകാരം ലഭിക്കുന്നുണ്ടെങ്കിൽ, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ഓൾ ബൈ ഗ്രേസ് എന്ന് ഓർത്തോണം. അതെല്ലാം കരുണ കൊണ്ടാണ്, കൃപ കൊണ്ടാണ് എന്ന് ഓർത്തോണം. എൻ്റെ വിശ്വസ്തതയല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കരുണയാൽ മാത്രം എന്ന് ഓർത്തുകൊള്ളണം. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:19-20 വായിച്ച്. 1 കൊരിന്ത്യർ 6:19-20. 1 Corinthians chapter 6 verses 19 and 20. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ആമേൻ. ഇപ്പൊ നമ്മൾ ആരാണെന്നുള്ളൊരു കാഴ്ചപ്പാട് ആദ്യം നമുക്ക് ഉണ്ടാകണം. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കൊള്ളണം. അതാ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു എന്ന് നിങ്ങളുടെ ശരീരമെന്നും. നിങ്ങളുടെ ശരീരം ഇപ്പൊ എന്തുവാ? പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. Know ye not, you are the temple of the Holy Spirit. അല്ലേ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ ഇപ്പോൾ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും. ഇപ്പൊ ഞാൻ എനിക്കുള്ളവനല്ല,
നമ്മളിൽ ആരും നമുക്ക് മാത്രമുള്ളവരല്ല. നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. വാങ്ങിയ ഒരുത്തനുണ്ട്, വില കൊടുത്തിയ ഒരുത്തനുണ്ട്. എന്തോ വില കൊടുത്തത്? പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെ മേടിച്ചു നമ്മളെ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതോ അഴിഞ്ഞു പോകുന്ന പൊന്ന് വെള്ളി മുതലായ വസ്തുക്കളെ കൊണ്ട് അല്ല, പിന്നെ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പൊ നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാക്കി, പരിശുദ്ധ ആത്മാവിന് വന്നു വസിപ്പാൻ, ആയിരിപ്പാൻ നമ്മെ മന്ദിരമാക്കി തീർത്തു. തിരിച്ചറിഞ്ഞുകൊള്ളണം, ഇനി നാം നമുക്കുള്ളവരല്ല, താങ്കളുള്ളവർ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം നമുക്ക് ഉള്ളവർ അല്ല, നാം താങ്കൾക്കുള്ളവരല്ല. അതുകൊണ്ട് ഒരു ദൗത്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളണം. വി ഡോണ്ട് ബിലോങ് ടു ourselves. മറന്നുപോകുന്ന കാര്യമാണ്. വി ഡോണ്ട് ബിലോങ് ടു ourselves. നമുക്കുള്ളവരല്ല, താങ്കൾക്ക് ഉള്ളവർ അല്ല എന്ന കാര്യം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എനിക്കുള്ളവനല്ല. എന്നെ തെരഞ്ഞെടുത്തവനുണ്ട്, എനിക്ക് വേണ്ടി വില കൊടുത്തവനുണ്ട്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും എനിക്കുള്ളവനല്ല, എനിക്കുള്ളവൾ അല്ല. I belong to him and him alone. All that I am, all that I have belong to him. ഞാൻ എന്തായിരിക്കുന്നു, എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആരുടെ വകയാ? ഞാനും എനിക്കുള്ളതെല്ലാം ക്രിസ്തുവിന് സ്വന്തമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഇനിയും അപ്പോസ്തലനായ പൗലോസ് തന്നെ എഴുതുന്നുണ്ട്, ക്രിസ്തുയേശു സകല മാനവർക്കും വേണ്ടി മരിച്ചിരിക്കെ, എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ, ഇനി ജീവിച്ചിരിക്കുന്നവരായ നാം നമുക്ക് വേണ്ടി തന്നെ, തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുവാൻ ഇടയാകുന്നത് എങ്ങനെ? ഹലോ, നിങ്ങൾ ഇവിടെ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. നിങ്ങൾ എന്നെ മാത്രം നോക്കിക്കേ, അല്പം മിനിറ്റുകൾ കൂടെ. എങ്ങനെ ഈ കാഴ്ചപ്പാട് എവിടെ പോയി? എങ്ങനെ നഷ്ടപ്പെട്ടു? പൊത്തുവരുത്തങ്ങളും ഔപചാരികതകളും ആചാരങ്ങളും ഒക്കെ കൊണ്ട് ക്രിസ്ത്യാനിത്വം ഏതാണ്ട് ഒരു വിലയില്ലാത്തതായി തീർന്നിരിക്കുക. തിരിച്ചറിവിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അകക്കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും തിരിച്ചറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ എത്ര പേര് ഇന്ന് രാവിലെ ആ പ്രാർത്ഥന കഴിക്കും? കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ചിട്ട് നിന്റെ വിളിയാലുള്ള ആശയം തിരിച്ചറിയുവാൻ എനിക്ക് കഴിയണം. അതിനായിട്ട് എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. ലൗകികമായ കാഴ്ചകളുമായിട്ട് ഞാൻ ഒരുപാട് നാളുകൾ ജീവിച്ചു. ഭൗതികത എന്നെ ഇങ്ങനെ പിടിച്ച് കുരുക്കി വെച്ചിരിക്കുകയാണ്, ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ കണ്ണുകളൊന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഭൗതികതയിൽ ഊന്നിയ ആത്മീകം, അതിനെ അനുഗ്രഹം, അതിനെ പ്രോസ്പെരിറ്റി, അതിനെ ദൈവത്തിൻ്റെ മാത്രമാക്കിയിട്ട് നമുക്ക് ഈ സെക്കൻഡറി കാര്യങ്ങളിലേക്ക് പിശാച് നമ്മളെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പലപ്പോഴും പലതും വേണ്ടെന്നല്ല, എന്നാൽ സെക്കൻഡറിയെ പ്രൈമറി ആക്കി തീർക്കുന്ന പിശാചിന്റെ തന്ത്രത്തെ നമ്മൾ തിരിച്ചറിയണം.
അതിപ്പോൾ ഏത് കാര്യം വന്നാലും പ്രൈമറി ബിക്കംസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ സെക്കൻഡറി ആൻഡ് ദി അതർ കാറ്റഗറീസ്, ബാക്കിയുള്ളതൊക്കെ ഒന്നാമത് സ്ഥാനങ്ങൾ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്നതാ? ക്രിസ്മസ് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീ അല്ലേ? ക്രിസ്മസ് പറഞ്ഞാൽ ഒരിക്കലും ജീവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ മേലാത്ത സാന്റാക്ലോസ് അല്ലേ? താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം താങ്ക്സ് ഗിവിങ്ങിന് വെച്ചത് ദൈവത്തിന് നന്ദി പറയാനുള്ളിടത്ത് വേറെ എന്തെല്ലാം ആചാരങ്ങളാണ് അതിൽ കൊണ്ടുവരുന്നത്? ഒരു ഈസ്റ്റർ അല്ലെങ്കിൽ റിസറക്ഷൻ ഡേ എന്ന് പറഞ്ഞാൽ മുട്ട പെറുക്കാൻ നടക്കുന്ന. we relegate the most important to the last category. ഏറ്റവും പ്രാധാന്യമുള്ളതിനെ ഏറ്റവും അവസാനത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് പിശാചിന്റെ കയ്യിൽ അറിയാതെ ആ കൊമേഴ്സ്യലൈസ് ചെയ്യുന്നതിൻ്റെയും ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ എല്ലാം ഭാഗമായിട്ട് സഭയും തീർന്നു പോവുകയാ. മദേഴ്സ് ഡേ എങ്ങനെയാ? ഫാദേഴ്സ് ഡേ എങ്ങനെയാ? ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് തിരിച്ചറിയണം. നമുക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകരുത്. എന്തിനാണ് നമ്മെ വിളിച്ചത്? എങ്ങനെയാണ് വീണ്ടെടുത്തത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ആയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ഞാനൊരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ സമയം തീരാൻ പോവുകയാണ്. അപ്പൊ എന്തോ പിന്നെ ഇവിടെ കർത്താവ് ഉദ്ദേശമാക്കുന്നത് ഇത് പറയുമ്പോൾ? ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് ഞാൻ കാണിക്കാം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, എന്നാൽ 5ഉം 6ഉം വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. പുറപ്പാട് 21-ന്റെ 5, 6. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിൻ്റെയോ കട്ടിളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തിത്തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ആമേൻ. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒരു എബ്രായന് ദാസനായിരുന്നവൻ 6 സംവത്സരം സേവിച്ചു കഴിഞ്ഞാൽ 7-ാം വർഷം അവന് സ്വതന്ത്രനായി പോകുവാൻ അവകാശമുണ്ട്. ഒന്നുമില്ലാതെ അവന് പോകാം. അവനതിനുള്ള അവകാശമുണ്ട്. എന്നാൽ ദാസൻ പറയുക, എനിക്ക് പോകാൻ ഇഷ്ടമില്ല, ഞാൻ പോകത്തില്ല, എനിക്ക് ഈ യജമാനനെയും അതുപോലെ തന്നെ ഈ സമയത്ത് എനിക്കുള്ള ഭാര്യയെ, എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധി കൂട്ടിക്കൊണ്ട് എന്ന് കതകിൻ്റെയോ കട്ടിളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് ആണി കൊണ്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും ദാസനായിരിക്കും. ഇപ്പൊ കാതിൽ ഈ കുത്തിയ അടയാളം ഉണ്ടെങ്കിൽ നമ്മുടെ ആരുടെയും കാര്യമല്ല പറയുന്നത്. കാതിൽ കുത്തിയ അടയാളം ഉണ്ടെങ്കിൽ ആ ദാസൻ എന്ത് വിളിച്ചു പറയുകയാണ്? എനിക്കൊരു നല്ല യജമാനനുണ്ട്, ഞാൻ ഈ നല്ല യജമാനന്റെ ദാസനായി എന്നുമായിരിക്കും. ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനത്തിൽ ഈ സങ്കീർത്തനക്കാരൻ അവിടെ അതാ വിളിച്ചു പറയുന്നത്. ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇതാ അടയാളം, ചെവികളെ തുളച്ചിരിക്കുന്നു, ഞാൻ എന്നേക്കും ദാസൻ. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ എന്നും പറഞ്ഞ കാര്യം നമുക്കറിയാം. ഞാൻ എന്നേക്കും നിന്റെ ദാസനായിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. അപ്രയോജന ഭൃത്യൻ എന്ന് പറയുന്ന ഈ ഉപമ കർത്താവ് പറഞ്ഞത്
അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും, അതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആർക്കും ദൈവത്തെ കടക്കാരനാക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് ലാഭമായിരിക്കുന്നു ഞാനെന്ന് ആരും ചിന്തിക്കരുത്. ചെയ്യേണ്ടത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ചെയ്യേണ്ടത് പോലും പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഇന്ന് രാവിലെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ ആര് നമുക്കുള്ളവരല്ല, വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നമുക്കുള്ളവരല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചെവികളെ തുളച്ചിരിക്കുന്നു നമ്മൾ പറയുന്നുവെങ്കിൽ എന്നേക്കും അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നവരായി നാം തീരണം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പുതിയ കാഴ്ചപ്പാടുകളോടെ ജീവിപ്പാൻ ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ സമർപ്പിക്കാം. ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ശക്തമായ ദൈവിക